നിങ്ങളൊക്കെ പെരയിലറിയടാ, പെരയിലറിയ പോയ വിളിക്കാവുന്നേ. ഹലോ മച്ചമ്മരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ ഫറൂഖ് പുറ്റേക്കാടാണ്. അതായത് പുറ്റേക്കാട് റിവർ ബീച്ച്. നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. ഇന്നിപ്പോൾ എന്താ പരിപാടി വെച്ചാൽ നമ്മളിതാ ഒന്ന് റൗണ്ട് അടിക്കുക ഈ തോണിയിൽ. പുറ്റേക്കാട് പുഴയിലൂടെ ഒരു റൗണ്ട് മാത്രമല്ല കേട്ടോ, പല കാഴ്ചകളും നമുക്ക് ഇതിൽ കാണാൻ കേട്ടോ. അതിനെന്താ പീപ്പിക്ക റെഡി ആയിട്ട് നിൽക്കുകയാണ്. പീപ്പിക്കനെ ഞാൻ വിളിച്ചു, പീപ്പിക്ക വരാമെന്ന് പറഞ്ഞു. തോണി അടുപ്പിക്കുന്നുണ്ട് പീപ്പിക്ക. പീപ്പിക്ക വരി വരി വരി. ഇത് പീപ്പിക്കൻ്റെ മോനാണ് കേട്ടോ. എല്ലാ ഞായറാഴ്ചയും മൂപ്പരപ്പുരം പോയത് മൂപ്പരും മോനും ഉണ്ടാവും. എന്താ പാട്ട് രായി കേട്ട്. ഇപ്പം നമ്മളിതാ പീപ്പിക്കൻ്റെ മോന് നമ്മളെ തോണിന്ന് ഇറങ്ങിയിട്ടോ. മൂന്നാൾക്ക് പോവാൻ കഴിയില്ല. നമ്മൾ രണ്ടാളെന്നെ ഇതാ വെള്ളവും ആമ്പലും വെള്ളമായിട്ട് ഇങ്ങനെ പോവാണ്. തോണി സ്റ്റാർട്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിതാ കാണേണ്ട കാഴ്ചകളാണ്. ഈ കാണാനുള്ള കാഴ്ച നമുക്ക് നേരിട്ട് കാണാം. കുറച്ച് ദൂരം അങ്ങോട്ട് പോകുന്നുണ്ട്. മനോഹരമായിട്ടുള്ള കാഴ്ച എന്താ വെച്ചാൽ ഒരു സൈഡിൽ ഫുള്ള് കണ്ടൽക്കാടുകളാട്ടോ. കണ്ടൽക്കാടുകളും അതിൽ പല പക്ഷികളൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ മച്ചമ്മര് നമ്മളിതാ നമ്മൾ പറഞ്ഞ റിസോർട്ടിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഇത് രാത്രി കാണേണ്ട ഒരു കാഴ്ചയാണ്. രാത്രി എങ്ങനെ വെച്ചാൽ നമ്മളെ നടുക്കടലിലൊക്കെ കപ്പൽ കൊണ്ടുപോയി നിർത്തി അങ്ങനെ ഉണ്ടാവും, ലൈറ്റും കാര്യമൊക്കെ ഇട്ടിട്ട്. അതുമാതിരിയാണ് ഒരു ദൂരത്തുനിന്നൊരു കപ്പൽ കാണുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അടിപൊളി കണ്ടോ, ആൽമരങ്ങളൊക്കെ വെച്ചിട്ട് നല്ല പടിപ്പുരൊക്കെ, ആൽമരും പടിപ്പുര പഴയ തറവാടിൻ്റെ ഒരു ലുക്കാണ്. അവിടുന്ന് നമ്മളെ കപ്പൽ തിരിക്കാൻ പോവാണ്. തിരട്ടെ തിരട്ടെ തിരട്ടെ, കപ്പൽ തിരട്ടെ. ഇനി ഇവിടുന്ന് നമ്മൾ തിരിച്ച് ഞങ്ങളെ അപ്പുറത്തെ സൈഡിൽ കൂടെ ഇട്ടാൻ പോകണം. അപ്പുറത്തെ സൈഡിൽ ഇതേമാതിരി നമ്മൾ കുറച്ച് കാഴ്ചകളൊക്കെ കാണാണ്ട്. ഇടിക്കോ ഇടിക്കാ, നോക്കി നോക്കി. 4 ആളുണ്ട് കേട്ടോ ഒരു തോണിയിൽ. മുങ്ങോടാ മുങ്ങോ. ഓക്കെ ഓക്കെ.
റിസോർട്ടല്ല കേട്ടോ, വീടും അല്ല. ഇതെന്തോ ഇവിടെ മഠം എന്നൊക്കെ പറയും, മഠം. എന്തായാലും നമ്മുടെ കുറ്റേക്കാടിൻ്റെ പോയതിനെ മനോഹരിയാക്കുന്നത് ഇവിടെയൊക്കെയാണ്. ടീറ്റിക്ക ഞണ്ടിനെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റിങ് ഇട്ടിരിക്കുക. അപ്പം നമുക്ക് അത് നോക്കുക. റിങ് ഉപയോഗിച്ചിട്ടാണ് ഞണ്ടിനെ പിടിക്കുന്നത്. ഉണ്ടോ ദീപിക? ഇല്ല അതിലില്ല. അപ്പം ഞണ്ട് കുറവാണെന്നാ പറയുന്നത്. കോയിത്തലും കല്ലും മാത്രമേ ഉള്ളൂ. നമുക്ക് അതിലും കൂടി ഒന്ന് നോക്കുക. കോയിത്തല് കാലമുള്ളൂ കല്ലിപ്പാട്. നമ്മളിതാ ഞണ്ടിനൊന്നും കിട്ടിയില്ലല്ലോ. അങ്ങനെ തിരിച്ച് പോവുക. രണ്ടാളും വെയിലൊക്കെ കൊണ്ട് ശീലിക്കണം. ഇപ്പോൾ ലേശം വെള്ളമൊക്കെ കുടിക്കണം. അപ്പോൾ മച്ചന്മാരെ നമ്മളിത് കരയിലേക്ക് അടുപ്പിക്കണം. അപ്പോൾ കരയിലേക്ക് അടുപ്പിക്കുന്ന സമയത്ത് നമ്മളൊരു കാഴ്ച കാണുന്നുണ്ട്. അവിടെ അതൊക്കെ കുറേ മക്കൾ ചാടി കുളിക്കുക. ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും സ്കൂളൊക്കെ ലീവാണല്ലോ. എന്താടാ നിങ്ങളെ പെരേലും അറിയോ? പെരേലും അറിയോടാ കുളിക്കണത്? നീന്താനൊക്കെ അറിയില്ലേ? ഒക്കെ നീന്താൻ അറിയുന്ന കുട്ടികളുണ്ടൊക്കെ ചാടി ഒളിച്ചിതാ പല അഭ്യാസം കാണിക്കേണ്ടി വരും. നല്ല ആയുണ്ടോ? ആയുള്ളടത്തേക്ക് ഇറങ്ങണ്ടേ? പടച്ചാനെ തോണി മറിച്ചിട്ട് ഇപ്പൊ നിങ്ങള് തോണി മറിക്കില്ലടാ. അടിക്കല മറിക്കില്ല. ഞാനൊന്ന് കേറിട്ട് അടുപ്പിക്ക്